ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗൂഡല്ലൂരാണ് കേട്ടോ. ഞങ്ങൾ ട്രിവാൻഡ്രത്തുനിന്ന് മൈസൂർക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 49 പേരോളം ഉണ്ട്. ഞങ്ങളൊരു ടൂറിസ്റ്റ് ബസ്സിലാണ് ഇന്നത്തെ യാത്ര, സിംഗിളായിട്ടല്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ രാവിലെ ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രഷപ്പൊക്കെ ആയി. ഇനി നമ്മൾ നേരെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ബന്ദിപ്പൂർ കാട് വഴി ഞങ്ങൾ നേരെ മൈസൂർക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ബന്ദിപ്പൂർ വഴി പോകുമ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ കേട്ടോ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് 1-2 മൃഗങ്ങളെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ടൂർ കോർഡിനേറ്ററാണ്, പക്ഷെ എന്ത് ചെയ്യാൻ ഇപ്പോഴത്തെ ക്ലീനറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗൂഡല്ലൂരിൽ എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ. ഹോട്ടൽ ഗ്രാൻഡ് വ്യൂവിലാണ് നമ്മളിപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളുടെ ടീംസ് എല്ലാം ബസ്സിനകത്തിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. എല്ലാം അതിനകത്ത് ഡാൻസ് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകാൻ. നമ്മുടെ ടീംസിൻ്റെ ടൂറിൻ്റെ കോർഡിനേറ്ററാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന ഹോട്ടലാണ്. ഒരു അടിപൊളി ഹോട്ടലാണ്. പക്ഷേ സ്റ്റെപ്പൊക്കെ കയറി മേളിൽ വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. റെസ്റ്റോറൻ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇവിടെ നമ്മൾ ഫുഡൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടീംസ് എല്ലാവരും എന്താ ഇവിടെ ലൈനായിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കണം. ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ സെർവൊക്കെ ചെയ്യണം കേട്ടോ. ബഫേ സിസ്റ്റമാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് എല്ലാവരും ലൈനായിട്ട് നിന്നിട്ട് തന്നെ ഇടോ കണ്ടോ, ഓരോരുത്തരുടെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ദോശയുണ്ട്, ചപ്പാത്തിയുണ്ട്, പൊറോട്ടയുണ്ട് അല്ലേ. പൂരിയില്ല, പൂരി തീർന്നോ? ഓക്കെ. പിന്നെ എല്ലാം വെജ് കറി കേട്ടോ, വെജ് കറിയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ, ഒരു ദോശ മേടിച്ചു, പൊറോട്ട മേടിച്ചു. പിന്നെ ഇവിടെ എല്ലാവരും ദോശയും പൊറോട്ടയൊക്കെ ആയിട്ട് വേറെ ഡിഫറൻറ്റ് ഫുഡൊക്കെ വെച്ച് എന്ത് ചെയ്യുക, പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പുറത്ത് നമ്മുടെ ടീംസ് എല്ലാവരും ഒക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഭക്ഷണമൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. ദോശയൊക്കെ കൊള്ളാൻ കേട്ടോ, ദോശയൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. പിന്നെ ഗ്രീൻ പീസ് കടലക്കറിയാണ് എൻ്റെ ഇവിടെ ഉള്ള കേട്ടോ. പിന്നെ ചായ ഉണ്ട്. വേറെ കുഴപ്പമില്ല, ഫുഡെല്ലാം നല്ല ഫുഡാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അപ്പോൾ നമുക്കിനി ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. എന്താ ഇത്, നമ്മൾക്കൊരു ഫുഡിന് 120 രൂപയാണ് കേട്ടോ ബൊഫേക്ക്. അതെന്തായാലും മുതലാക്കിയിട്ടേ എണീക്കുള്ളൂ എന്ന് പറഞ്ഞ് 2 പേര് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുക. ഇനി സമയത്തിന് അകത്ത് കയറിയില്ലെങ്കിൽ പറ്റത്തില്ല കേട്ടോ. 2 ഗ്ലാസ്, 1 ഗ്ലാസ് ചായക്ക് വരെ 2 ഗ്ലാസ് ചായ. ഇതാ ഇവിടെ 3 ഗ്ലാസ് ഉണ്ടോ. ഇത് എവിടെ പോയാലും ഈ തറ പരിപാടിയേ ഉള്ളൂ. അതായത് കൊടുത്ത കാശ് മുതലാക്കുക അല്ലേ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയായിരുന്നു കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫ് സീസണാണ്. ഒരു ഓഗസ്റ്റ് 15 തൊട്ടൊക്കെ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ സീസൺ ടൈമൊക്കെ ആയി വരത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒത്തിരി ബുക്കിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വയനാട് ഇഷ്യൂ കാരണം ഇവിടെ ഒത്തിരി ബുക്കിങ്സ് ഒക്കെ എന്ത് ചെയ്ത് ക്യാൻസലൊക്കെ ആയിപ്പോയായിരുന്നു. അപ്പോൾ ഇവരെ ഇനി അടുത്ത് എന്താ പറയുക, ബുക്കിങ്സ് 15-ാം തീയതിക്ക് ശേഷം തൊട്ട് സീസൺ ടൈമാണ്. അപ്പോൾ ആ സമയത്തൊക്കെയാണ് ഇനി കൂടുതലും ബുക്കിങ്സ് ഒക്കെ വരുന്നത്. പക്ഷെ ഭക്ഷണമൊക്കെ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ഒരു ബൊഫേക്ക് നമുക്ക് ഒരു പ്ലേറ്റിന് 120 രൂപ വെച്ചാൽ പേയ്മെൻറ്റ് വന്നേ. വേറെ ഭക്ഷണം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഒരു ഷോപ്പിൽ അവക്കാഡോ പാക്ക് ചെയ്തൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അതായത് അവക്കാഡോയാണ് ഇത്. പക്ഷേ ഇത് മൊത്തം ഇത് പുറത്തോട്ടാണ് പോകുന്നത്. ഇതിപ്പം മുംബൈക്ക് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്തതാണ് കേട്ടോ. ഇത് kg വന്നിട്ട് 120 ആണ് കേട്ടോ. ഉണ്ടോ? പക്ഷെ ഇത് പഴുത്തിട്ടില്ല, പച്ചയാണ് കേട്ടോ. ഇത് പാക്ക് ചെയ്ത് എത്തിക്കാൻ വേണ്ടിയാണ്.
ഇതിവിടെ ചെറിയൊരു ഷോപ്പിലാണ് അത് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മളങ്ങനെ മുതുമലൈ ടൈഗർ റിസർവിൽ പ്രവേശിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബന്ദിപ്പൂർ പോകാൻ. ബന്ദിപ്പൂർ വഴിയാണ് നമ്മൾ മൈസൂർക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് അവരുടെ എൻട്രി ഒക്കെ എടുത്തതിന് ശേഷം വേണം നമുക്ക് മുതുമലൈ ടൈഗർ റിസർവിലേക്ക് പ്രവേശിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഉണ്ടോ ഇവിടെ വാഹനങ്ങളൊക്കെ അവർ ചെക്കിങ്ങിന് വേണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കാരണം ഏകദേശം ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 10:30-11 മണിക്ക് മേളിലായി. അപ്പോൾ രാവിലെയാണ് സാധാരണ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതലും മൃഗങ്ങളെ കാണാൻ പറ്റുന്നത്. അവിടെ നമുക്കൊരു ആനയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇടത് സൈഡിലായിട്ട് നമുക്കൊരു ആന നിൽക്കുന്നുണ്ട് ഉണ്ടോ. അതിൽ ആദ്യം കയറിയപ്പോൾ തന്നെ നമുക്കൊരു ആനയെ കാണാനൊക്കെ പറ്റി. ഈ മുതുമല ദേശീയോദ്യാനം ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലെ നീലഗിരി പർവ്വതനിരകളിലെ ഒരു ദേശീയോദ്യാനമാണ് കേട്ടോ. അതോടൊപ്പം തന്നെ കേരള, കർണാടക സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ മുതുമല എന്ന് പറയുന്നത്. നമുക്കങ്ങനെ ഇവിടുന്ന് ഏകദേശം ഒരു 10-20-25 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഈ കാട്ടിനകത്തോട്ട് തന്നെ പോകാൻ ഈ മുതുമല വഴി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറുന്നത് ബന്ദിപ്പൂർ കാട് വഴിയാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൈസൂരിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 10-40 കിലോമീറ്ററോളം നമ്മൾ എന്താണ് ഈ കാട്ടിനകത്തോട് തന്നെയാണ് ഇന്ന് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്തായാലും എല്ലാവരെയും ഈ റോഡിൻ്റെ 2 സൈഡിലൊക്കെ നോക്കിയൊക്കെ ഇരിക്കുക കേട്ടോ. ചിലപ്പം നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. 1986 മുതൽ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് ഈ ദേശീയോദ്യാനം കേട്ടോ. 2007 367.59 കിലോമീറ്റർ ബഫർ സോണും കൂടി ചേർന്ന് കടുവ സംരക്ഷണ മേഖലയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യപ്പെട്ടു. ഇവിടുത്തെ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം അടിപൊളിയാണ് കേട്ടോ. അതാ ഇതിനിടയിൽ കണ്ടോ ഒരു ആന നമുക്ക് നിൽക്കുന്നുണ്ടോ, ഒരു കൊമ്പൻ ആനൻ്റെ ഇടയിൽ നിൽപ്പുണ്ടോ. അതാ പറഞ്ഞത് നമ്മൾ കാറിൻ്റെ സൈഡിൽ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഇതെല്ലാം അറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഒത്തിരി മരങ്ങളും ചെടികളും ഒക്കെ നല്ല എന്താ പറയുക, ഈ മഴയായതുകൊണ്ട് തന്നെ ഒത്തിരി എല്ലാം ചെടിയെല്ലാം നല്ല വളർന്ന് നിൽക്കുക. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നതൊന്നും നമുക്ക് കറക്റ്റ് കാണാൻ പറ്റത്തില്ല. അപ്പം എല്ലാവരും സൂക്ഷിച്ചിരുന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളീ പോകുന്ന വഴിയിൽ ഈ കാട്ടിനകത്ത് ഏകദേശം 500-ലധികം സസ്യയിനങ്ങളും ഏകദേശം 300-ലധികം പക്ഷി ഇനങ്ങളും ഒരു 20-25-ലധികം മാംസഭുക്കുകളും ഒക്കെ ഇതിനകത്തുണ്ടെന്ന് പറയപ്പെടുന്നു കേട്ടോ. അതോടൊപ്പം തന്നെ സസ്യഭുക്കുകളും ഇതിനകത്ത് ഈ കാട്ടിനകത്ത് വസിക്കുന്നുണ്ട്. അതൊക്കെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കൂടുതലും റോഡ് സൈഡിൽ കാണാൻ പറ്റത്തുള്ളൂ. മാനുകൾ, അങ്ങനെയുള്ള എന്താ പറയുക കുരങ്ങന്മാർ, ഇങ്ങനെയുള്ള കുറേ ആന, ഇങ്ങനെയുള്ള കുറേ ആനിമൽസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഈ പോകുന്ന വഴിക്കൊന്നും റോഡിലിറങ്ങി ഫോട്ടോസൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. നമുക്ക് അതാദ്യമേ അവർ പറയുന്നുണ്ട് റോഡിൽ ഇറങ്ങാനൊന്നും പാടില്ല. പിന്നെ ഇത് 1940-ലാണ് മുതുമല വന്യജീവി സങ്കേതമായി സ്ഥാപിക്കപ്പെടുന്നത് കേട്ടോ. ഈ വന്യജീവി സങ്കേതം വികസിപ്പിക്കുകയും 1986 നീലഗിരി ബയോസ്ഫിയർ റിസർവിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തതാണ്. 2007 ഡിസംബർ ക്രിട്ടിക്കൽ ടൈഗർ ഹാബിറ്റായി വിജ്ഞാപനം ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് മുതുമല എന്ന് പറയുന്നത് കേട്ടോ. കാലത്ത് ഈ വനത്തിനകത്ത് ഏകദേശം ഒരു 2000-നകത്തുള്ള ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒത്തിരി കന്നുകാലികളെയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി 2010 തീരുമാനമൊക്കെ ആയായിരുന്നു. ഈ വിജ്ഞാനം സുതാര്യമല്ല, ജനവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞ് അന്ന് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നടന്നായിരുന്നു. 2010 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രോജക്റ്റ് ടൈഗർ എന്ന പദ്ധതിയുടെ ചട്ടക്കൂടിൽ എന്ത് ചെയ്തു, മുതുമലൈ ടൈഗർ റിസർവിലേക്ക് ഒരു ഫണ്ട് അനുവദിക്കുകയും അതിനുള്ള അനുമതി നൽകുകയും ചെയ്തു. അത് 2020 ഇന്ത്യ ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും ചേർന്ന് ഏകദേശം ഒരു 115 ദശലക്ഷം രൂപയുടെ ധനസഹായത്തോടെ എന്ത് ചെയ്തു പ്രോജക്റ്റ് ടൈഗർ ആരംഭിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ വിട്ടു, ഇത് നമ്മൾ കാണുന്ന സ്കൂളാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിലുള്ളൊരു സ്കൂളാണ്. നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ട്. എന്ത് ധൈര്യത്തോടെ അവരൊക്കെ വെളിയിലിറങ്ങി നിൽക്കുന്നതെന്നുണ്ടോ, അവർക്കൊന്നും ഇതിനെപ്പറ്റി ഒരു പേടിയേ ഇല്ല. ഇപ്പം നമുക്ക് ഇതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റാണ് കേട്ടോ. കാരണം മഴയൊന്നുമില്ല, മഴ വലുതായിട്ടില്ല, ചൂടുമില്ല. പക്ഷേ അതുകൊണ്ടായിരിക്കാം, കാരണം ഒരു തണുത്ത ക്ലൈമറ്റാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മൃഗങ്ങളൊന്നും വലുതായിട്ട് കരയിലോട്ടൊന്നും അടുത്ത് വരാത്തതെന്ന് തോന്നുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ 1-2 മൃഗങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഉൾക്കാട്ടിൽ എന്തെങ്കിലും അതിനാവശ്യത്തിനുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലുണ്ടാവും. വേനൽക്കാലമായിരുന്നെങ്കിൽ ഒത്തിരി മൃഗങ്ങൾ ചിലപ്പോൾ പുറത്തോട്ട് വരുന്നതൊക്കെ കാണാമായിരുന്നു. കണ്ടോ, ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, പുഴയൊക്കെ പോകുന്നുണ്ട്.
നമുക്കിവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മസനഗുഡി വഴി ഊട്ടിക്ക് പോകാൻ പറ്റുന്ന വഴിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ജീപ്പൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ജീപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീപ്പിൽ മസനഗുഡി വഴി എവിടെ പോകാം, ഊട്ടിക്ക് പോകാം കേട്ടോ. അത് അവിടെ നിന്ന് റൈറ്റിലോട്ടാണ് പോകേണ്ടത് കേട്ടോ. ആ കാർ പോയില്ലേ, അപ്പോൾ ആ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ അതുവഴി പോയാൽ നമുക്ക് നേരെ ഊട്ടിയിൽ പോയി ഊട്ടിക്ക് ഇറങ്ങിയിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും എന്ത് ചെയ്യാം, ഇതുവഴി നേരെ മൈസൂർ പോവാം. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കും ഒരു സിംഹവാലൻ കുരങ്ങ് അതങ്ങനെ റോഡിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ആരുടെ എൻ്റെ തട്ടകത്തിൽ വന്നെന്നുള്ളൊരു ഭാവത്തോടെ. അതുകൊണ്ട് അത് റോഡിൽ നിന്ന് അനങ്ങുന്നില്ല, അതങ്ങനെ തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ആരാ എൻ്റെ തട്ടകത്തിൽ വന്നത് എന്നുള്ളൊരു മുഖഭാവത്തോടെ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ വേണമെങ്കിൽ മാറിപ്പോണം കേട്ടോ. ആ രീതിയിലാണ് സിംഹവാലൻ കുരങ്ങ്. അതുപോലെ കണ്ടോ, ഒരു മയിലിനെ കണ്ടോ. അപ്പോൾ ഇതേപോലെ പച്ച പുല്ല് ഒത്തിരി നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഈ സൈഡിൽ നിൽക്കുന്ന അനിമൽസിനൊക്കെ കാണാൻ നമുക്ക് പാടാണ്. അപ്പോൾ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ എൻഡിലെത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ റോഡാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ആ അടുത്ത ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ കാട്ടിനകത്ത് കയറുമ്പോഴത്തേക്കും അനിമൽസിനെ എന്താ പറയുക, അതിന് ഭക്ഷണം കൊടുക്കുകയൊന്നും പാടില്ല. അതോടൊപ്പം തന്നെ മൃഗങ്ങളെ ഉപദ്രവിക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ വരുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം അനിമൽസിനെ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യരുത്, അതിന് ഭക്ഷണങ്ങളും കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. ചിലപ്പോൾ അത് നമ്മൾ ആക്രമിക്കാനും ഇടയുണ്ടാവും. അപ്പോൾ അതെല്ലാവരും സൂക്ഷിക്കണം കേട്ടോ. നമ്മളിപ്പുറത്ത് വന്നപ്പോഴത്തേക്കും അവർ കണ്ടോ, അപ്പുറത്തെ റൈറ്റ് സൈഡിൽ അവർ പ്ലാസ്റ്റിക്കൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ എന്തെങ്കിലും വാഹനങ്ങളിലൊന്നും അവർ കളക്ട് ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പോൾ നമ്മളടുത്ത് വീണ്ടും ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോട്ടാണ് ഇന്ന് കയറാൻ പോകുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ വന്നിട്ട് കുറച്ച് അനിമൽസിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ബന്ദിപ്പൂർ ടൈഗർ റിസർവിനകത്ത് നമുക്ക് അനിമൽസിനെ കാണാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഏതെങ്കിലും 1-2 അനിമൽസിനെ കണ്ടാലോ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത് കർണാടക സ്റ്റേറ്റിലോട്ട് കയറുകയാണ് കേട്ടോ. ഈ ബന്ദിപ്പൂർ വരുന്നത് കർണാടക സ്റ്റേറ്റിലാണ്, മൈസൂർ വരുന്നത് കർണാടക സ്റ്റേറ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി സഞ്ചരിക്കാൻ പോകുന്നത് കർണാടക സ്റ്റേറ്റ് വഴിയാണ് അടുത്ത നമ്മുടെ യാത്ര. അപ്പോൾ അതായത് നമ്മളെ എൻട്രൻസിൽ തന്നെ എന്തുണ്ടോ, വെൽക്കം ടു ബന്ദിപ്പൂർ റിസർവ്, ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഉണ്ടോ, ഒരു ബോർഡൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതുവഴിയാണ് യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വേറെ ടൈഗറിൻ്റെ ഒരു പടമൊക്കെ കൊടുത്തിട്ടൊരു ബോർഡൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഉണ്ടോ, സൈഡിലൊരു ആനയുടെ തലയും കൊമ്പും പോത്തിൻ്റെത്, പിന്നെ മേളിൽ 2 ടൈഗർ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ബസ്സിന് എൻട്രൻസ് ഫീ ഉണ്ട്. ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഇതിനടുത്തായിട്ട് തന്നെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഡു നോട്ട് ഫീഡ് അനിമൽസ്, ആൽക്കഹോൾ നോട്ട് അലൗഡ്, ഡു നോട്ട് സ്റ്റോപ്പ് വെഹിക്കിൾസ്, ഡോണ്ട് ഓവർടേക്ക്, ഡു നോട്ട് സ്മോക്ക്. അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ അവർ സൈഡിലാണ്ട് അവയർനെസ്സിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഈ റോഡിൽ അത് പാലിക്കുക. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കും അനിമൽസിന് ഭക്ഷണമൊന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ള ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പാലിക്കണം. നമുക്കിവിടെ എത്രയും 50 രൂപയാണ് ഉണ്ടോ ടിക്കറ്റ്. നമ്മുടെ ബസ് ഇതിനകത്ത് പാസ് ചെയ്യുന്നതിന് 50 രൂപ നമ്മളോട് പാസ്സൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുന്ന ബന്ദിപ്പൂർ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഇത് ഫോറസ്റ്റിൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നു കേട്ടോ. ഒത്തിരി വാഹനങ്ങളൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു അനിമൽസിനെയും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങോട്ട് പോകുമ്പോഴോളം നമുക്ക് ബന്ദിപ്പൂരിനകത്ത് അനിമൽസിനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഏകദേശം ഉച്ച സമയമായി കഴിഞ്ഞു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇതിപ്പോൾ ബന്ദിപ്പൂറും പാസ് ചെയ്ത് പോകാറായി. പക്ഷെ നമുക്ക് ഒത്തിരി മൃഗങ്ങളെയൊന്നും ബന്ദിപ്പൂരിനകത്ത് കാണാൻ പറ്റിയില്ല. ഞങ്ങളെല്ലാവരും നിരാശരാണ് കേട്ടോ. കാരണം ഒത്തിരി മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വന്നത്. പക്ഷെ ഞങ്ങൾ നിരാശരാണെങ്കിലും ഞങ്ങളടുത്ത് പ്രതീക്ഷയോടെയാണ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ആനിമൽസിനെ കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും മൈസൂർ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ഇതുവഴി തന്നെ പോവും. എന്തെങ്കിലുമൊക്കെ അനിമൽസ് നമുക്ക് കാണണ്ടേ, കണ്ടില്ലെന്ന് പറഞ്ഞാൽ മോശമില്ലേ. അപ്പോൾ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി നേരെ എന്താ പറയുക ബന്ദിപ്പൂറൊക്കെ കഴിഞ്ഞു. അപ്പോൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് അവിടെയും ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ നേരെ ഇനി മൈസൂരിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക ഇനി അടുത്ത സ്ഥലങ്ങളിലൊക്കെ വെച്ച് കാണാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.